ക്ഷേത്രോത്സവത്തിന് ഗാനമേളയ്ക്കിടയിൽ RSSന്റെ ഗണഗീതം പാടിയതുമായി ബന്ധപ്പെട്ട പരാതി നിലനിൽക്കുന്ന കോട്ടുക്കൽ മഞ്ഞിപ്പുഴ ശ്രീ ഭഗവതി ഭദ്രകാളി ക്ഷേത്രത്തിൽ പോലീസ് നടപടി ആരംഭിക്കുന്നതിന്റെ ഭാഗമായി വിവിധ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള പോലീസുകാരും ക്യാമ്പിലെ പോലീസും ഉൾപ്പെടെ വലിയ പോലീസ് സന്നാഹം ക്ഷേത്രത്തിന് സമീപം നിലയുറപ്പിച്ചു. പോലീസിന്റെ നിർദ്ദേശത്തെ തുടർന്ന് ക്ഷേത്രത്തിന് മുന്നിൽ സ്ഥാപിച്ചിരുന്ന കാവിക്കൊടി ക്ഷേത്രം ഭാരവാഹികൾ അഴിച്ചുമാറ്റി. എന്നാൽ ക്ഷേത്രത്തിനുള്ളിൽ സ്ഥാപിച്ചിരിക്കുന്ന കാവിക്കൊടികളും റോഡിന്റെ ഇരു സൈഡിൽ സ്ഥാപിച്ചിരിക്കുന്ന കാവിക്കൊടികളും നീക്കം ചെയ്യാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ പ്രദേശത്ത് സംഘർഷാവസ്ഥയുണ്ടാകാനാണ് സാധ്യത. ക്ഷേത്രത്തിന് സമീപത്ത് വലിയ പോലീസ് സന്നാഹം വിന്യസിച്ചതിൽ ക്ഷേത്രം ഭാരവാഹികൾ പ്രതിഷേധവുമായി രംഗത്തു വന്നു. കുറച്ചു ദിവസങ്ങളായി ക്ഷേത്രത്തിൽ ഉത്സവം നടന്നുവരികയാണെന്നും നാളെ ഉത്സവം സമാപിക്കാനിരിക്കെ ഇന്ന് രാവിലെ പൊങ്കാല നടന്നതിന് തൊട്ടു പിന്നാലെയാണ് ക്ഷേത്രത്തിന് സമീപത്ത് വലിയ പോലീസ് സന്നാഹം എത്തിയത്. ഭക്തജനങ്ങളുടെ ഇടയിൽ ഭീതിയുണ്ടാക്കി ഉത്സവം തകർക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും വലിയ പോലീസ് സന്നാഹത്തെ ക്ഷേത്ര പരിസരത്ത് നിന്നും പിൻവലിക്കണമെന്നാണ് ക്ഷേത്രം ഭാരവാഹികൾ ആവശ്യപ്പെട്ടത്. കോട്ടുക്കല് ദേവീക്ഷേത്രത്തില് 2-3 ദിവസമായിട്ട് ഉത്സവങ്ങൾ നടന്നു വരികയാണ്. നാളെയാണ് ഉത്സവത്തിന്റെ സമാപനം. ഈ ഉത്സവത്തിന് മനഃപൂർവ്വം ഉത്സവത്തിന്റെ അന്തരീക്ഷം കളയാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ തൽപര കക്ഷികളായിട്ടുള്ള പാർട്ടിക്കാര് ശ്രമിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസിനെ ഇവിടെ വിളിച്ചു വരുത്തുകയും ഉത്സവത്തിന്റെ സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷത്തിന് കോട്ടം തട്ടാൻ വേണ്ടിയുള്ള പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പൊങ്കാല ദിവസമായിരുന്നു. ആ പൊങ്കാല കഴിഞ്ഞ ഉടൻ തന്നെ ഏകദേശം ഈ ഭാഗത്തുള്ള ഈ DSP അണ്ടറിലുള്ള സകല പോലീസ് സ്റ്റേഷനിലെയും പോലീസ് വണ്ടികൾ എടുത്തുകയും പോലീസിലെത്തുകയും ഇവിടെ ഭീതിജനകമായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു നടപടി പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇവിടെ ഉണ്ടാവരുന്നുള്ള അഭ്യർത്ഥന നമുക്കുണ്ട്. ഇതിന്റെ പിന്നിൽ ഇവിടുത്തെ മാർക്സിസ്റ്റുകാരാണ് ഇവിടുത്തെ ഉത്സവം മനഃപൂർവ്വം പൊലിപ്പിക്കാനും നശിപ്പിക്കാനും വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സംഘർഷം ഉണ്ടാക്കി അതിന്റെ ഈ പൊതുജനത്തിന്റെ ഇടയിൽ അസ്വസ്ഥത വരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ശ്രമം ഇത് തുടർന്നുകൊണ്ട് പോകരുത് എന്നുള്ള അഭ്യർത്ഥനയാണ് നമുക്കുള്ളത്. ഇതിന്റെ പിന്നിൽ ചില രാഷ്ട്രീയ കക്ഷികളാണെന്ന് ക്ഷേത്രം ഭാരവാഹികൾ ആരോപിക്കുന്നു.